ദമയന്തി നളനോട് പറഞ്ഞു, ഹംസം നിന്നെക്കുറിച്ച് എന്നോട് പറഞ്ഞതെല്ലാം എത്രമാത്രം സത്യമാണ്. എന്റെ സ്വപ്നങ്ങളിലെ രാജകുമാരനെ കാണാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഞാൻ ഒരു മനുഷ്യകന്യകയാണ്. എനിക്ക് എങ്ങനെ ഒരു ദേവനെ വിവാഹം കഴിക്കാൻ കഴിയും? എനിക്ക് ഇഷ്ടമുള്ള പുരുഷനെയല്ലാതെ മറ്റാരെയും വിവാഹം കഴിക്കില്ല. എന്തായാലും അവർ സ്വയംവരത്തിന് വരട്ടെ. ഞാൻ അവരുടെ സാന്നിധ്യത്തിൽ നിങ്ങളുടെ കഴുത്തിൽ മാലയിടും. ദയവായി എന്റെ ഈ സന്ദേശം ദേവന്മാരെ അറിയിക്കുക. ഞാൻ അവരെ വിവാഹം കഴിക്കില്ലെന്ന് അവരോട് പറയുക. പ്രിയേ, അമരന്മാരെക്കാൾ കേവലം ഒരു മർത്യനായ എന്നെ നീ തിരഞ്ഞെടുത്തു. നീ എന്നെ സ്വീകരിച്ചു. ഞാൻ വാഗ്ദാനം ചെയ്യുന്നു, ഞാൻ തിരിച്ചുവരും. എന്നാൽ ഞാൻ ഇപ്പോൾ പോകണം എന്നു പറഞ്ഞ് നളൻ ദേവന്മാരുടെ അടുത്തേക്ക് മടങ്ങി. ദമയന്തിയുടെ സന്ദേശം അറിയിച്ച് അദ്ദേഹം വിദർഭയിലേക്ക് പോയി. സ്വയംവരം ആരംഭിച്ചു. പങ്കെടുക്കുന്നവർ രാജകീയ പ്രൗഢിയോടെ ഇരുന്നു. നിശ്ചയിച്ച സമയത്ത് സ്വയംവര ചടങ്ങ് ആരംഭിച്ചു. എല്ലാ രാജകുമാരന്മാരും അവരവരുടെ ഇരിപ്പിടങ്ങളിൽ ഇരുന്നു. ദമയന്തിയെ പരീക്ഷിക്കുന്നതിനായി ദേവന്മാർ നളന്റെ അരികിലിരുന്നു. എല്ലാവരും നളനെപ്പോലെ തന്നെയായിരുന്നു. രാജകീയമായ എല്ലാ ആർഭാടങ്ങളോടും കൂടി ദമയന്തി രാജസദസ്സിൽ ഇരിക്കുന്ന രാജകുമാരന്മാരെ നോക്കിയപ്പോൾ തുടർച്ചയായി ഇരിക്കുന്ന രാജകുമാരന്മാർക്ക് പകരം 5 നളന്മാർ ഉണ്ടായിരുന്നു. അത് ദേവന്മാർ തയ്യാറാക്കിയ ഒരു തന്ത്രമാണെന്ന് അവൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ദമയന്തി കൈകളിൽ ഒരു മാല പിടിച്ച് ഒരു രാജാവിൽ നിന്ന് മറ്റൊന്നിലേക്ക് നടന്നുമാറി. അവസാനം രാജകുമാരി തുടർച്ചയായി 5 നളന്മാർ ഇരിക്കുന്നതിനടുത്തെത്തി സൂക്ഷ്മമായി നോക്കി. ദേവന്മാർ മനുഷ്യരെപ്പോലെ വിയർക്കാറില്ല. അതുകൊണ്ട് ചിമ്മുന്ന കൺപോളകളും വിയർക്കുന്ന ശരീരവുമായി നിൽക്കുന്നത് നളനാണെന്ന് അവൻ മനസ്സിലാക്കി. അവൾ തന്റെ കൈയിലുള്ള മാല നളന്റെ കഴുത്തിലിട്ടു. നളന്റെയും ദമയന്തിയുടെയും വിവാഹം രാജകീയ പ്രതാപത്തോടെ ആഘോഷിച്ചു. ബ്രാഹ്മണർ വേദസ്തുതികൾ ആലപിച്ചു. ദേവന്മാർ അദ്ദേഹത്തിന് വരങ്ങൾ നൽകി അനുഗ്രഹിച്ചു. എന്നാൽ ദമയന്തിയെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ച് സ്വയംവരത്തിൽ പങ്കെടുത്ത രാക്ഷസനായ കലിക്ക് ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ല.